കങ്കഴ സ്വദേശി വിപിൻ ജോസിൻ്റെ മരണം കൊലപാതകമെന്ന ബന്ധുക്കൾ. മരണത്തിലെ ദുരൂഹത നീക്കാത്ത പക്ഷം മൃതദേഹം ഏറ്റെടുക്കില്ലെന്നും ബന്ധുക്കൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കങ്കഴ സ്വദേശി വിപിൻ ജോസിൻ്റെ മരണം കൊലപാതകമെന്ന സംശയവുമായി ബന്ധുക്കൾ. മരണത്തിലെ ദുരൂഹത നീക്കാത്ത പക്ഷം മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം ഏറ്റെടുക്കില്ലെന്നും ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ കങ്കഴ കൊത്താർമലയിൽ നിന്ന് കാണാതായ ബിബിനെപ്പറ്റി അന്വേഷണം ആവശ്യപ്പെട്ട പാമ്പാടി പോലീസിൽ ബന്ധുക്കൾ പരാതി കൊടുത്തിരുന്നുവെങ്കിലും അന്വേഷണത്തിൽ വിവരമൊന്നും ലഭിച്ചില്ല. അതേസമയം 27-ാം തീയതി വടവാതൂർ MRFന് സമീപം ആളൊഴിഞ്ഞ പുരയിടത്തിൽ ബിബിൻ്റേതെന്ന് സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. തലയോട്ടി, ഉടൽ എന്നിവ വെവ്വേറെയാണ് കാണപ്പെട്ടത്. പഴയ പ്ലാസ്റ്റിക് കെയറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ശരീരഭാഗങ്ങൾ കാണുന്നത്. ബിബിൻ്റെ വസ്ത്രങ്ങളും പഠന സാമഗ്രികളും കണ്ടാണ് ബന്ധുക്കൾ മരിച്ചത് ബിബിൻ എന്ന നിഗമനത്തിൽ എത്തിയത്. വടവാതൂരുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നുവെന്നാണ് ബിബിൻ ജോസ് മാതാവിനോട് പറഞ്ഞിരുന്നത്. ഈ സുഹൃത്ത് ആരെന്നതിനെപ്പറ്റി കുടുംബത്തിന് അറിവില്ല. ഇയാളെ കണ്ടെത്തണമെന്ന ബന്ധുക്കളുടെ ആവശ്യത്തിനും പോലീസ് ഗൗരവം കൊടുത്തിട്ടില്ലെന്നാണ് ആക്ഷേപം. ബിബിനെ ആരോ കൊലപ്പെടുത്തിയതാകാമെന്നാണ് ബന്ധുക്കളുടെ സംശയം. കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് നിവേദനം നൽകി. ബിബിൻ്റെ പിതാവ് ജോസ്, ബന്ധുകൂടിയായ CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് തുടങ്ങിയവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. തലയോട്ടിൽ മുടി ഇല്ല. പോലീസ് പറയുന്നത് 10-15 ദിവസം പഴക്കമുള്ള തലയോട്ടിയുടെ മുടി സ്വാഭാവികമായി കൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ മറ്റു ചില ഇത്തരം മരണങ്ങളുണ്ടായിട്ടത് റീപോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് കുഴി മാന്തിയെടുത്ത് നോക്കിയപ്പോൾ 2-3 കസ്റ്റഡിക്ക് നേരിട്ടറിയാം. അവിടെ എല്ലാം ഈ തലയോട്ടി തലമുടി ഉണ്ടായിരുന്നു. അത് പോലീസ് മടിയങ്ങൾ പങ്കുവച്ചു. എങ്കിലും പോലീസ് കാര്യത്തിൽ ആത്മഹത്യയാണെന്ന് തറപ്പിച്ച് പറയുക. അപ്പോൾ അതിൽ കുടുംബ അംഗങ്ങൾക്ക് അതിയായ പ്രതിഷേധമുണ്ട്. അത് ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ശരീരം ഏറ്റുവാങ്ങണമെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതശരീരം ഏറ്റുവാങ്ങിയില്ല. അഥവാ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ആ മൃതശരീരം പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവെക്കാനാണ് കുടുംബാംഗങ്ങൾ തീരുമാനം.